കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ തീരുമാനം ഇന്ന് ഡൽഹിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാകും അന്തിമ പ്രഖ്യാപനം. കേരളത്തിൽ നിന്ന് വിളിപ്പിച്ച നേതാക്കളുമായി രാഹുൽ ഗാന്ധി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചർച്ചകളിൽ കെ.സി. വേണുഗോപാലിന്റെ പേരിനാണ് മുൻതൂക്കം. നേതാക്കൾ സോണിയാഗാന്ധിയുടെ അഭിപ്രായവും തേടിയിട്ടുണ്ട്. നിതിൻ അംബുജനും സലിം മാലിക്കും ദീപക് മലയമ്മയുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം നിതിൻ അംബുജനിലേക്ക്. സുപ്രഭാതം നിതിൻ അംബുജൻ, ഇന്ന് തീരുമാനം എപ്പോഴേക്കുണ്ടാകും? സുപ്രഭാതം സുജയ. കേരളത്തെക്കുറിച്ചുള്ള നിർണായക തീരുമാനം ഞാൻ ഈ നിൽക്കുന്ന 10 രാജാജിമാർഗിലുള്ള മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്ന് ഇന്നുണ്ടാകും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ ഹൈക്കമാൻഡ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ ദിവസങ്ങൾ ഏറെ പോയി. ഇന്നിപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നമുക്കൊരു ഉച്ചയോടുകൂടി തന്നെ പ്രതീക്ഷിക്കാം. കാരണം രാവിലെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് കേരളത്തിലുള്ള നേതാക്കളുമായി വിശദമായി തന്നെ രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ഇന്നലെ രാത്രി വരെ ആ ഒരു കൂടിക്കാഴ്ച നീണ്ടു. അതിനുശേഷം പിന്നീട് രാത്രി ഏറെ വൈകിയാണ് മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ച നടക്കാതിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു കൂടിക്കാഴ്ച നടക്കും. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കും. പിന്നീട് ഉച്ചയോടുകൂടി തന്നെ പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നലെ നേതാക്കളൊക്കെ തന്നെ കേരളത്തിൽ വന്ന നേതാക്കളൊക്കെ തന്നെ ഭൂരിഭാഗം പേരും കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം MLA-മാരുടെ എണ്ണവും കെ.സി. വേണുഗോപാലിനാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ആ കീഴ്വഴക്കമായി മുന്നോട്ട് പോകാൻ തന്നെയാകും തീരുമാനം. പക്ഷേ അത് നേതാക്കളെ അടക്കം ബോധ്യപ്പെടുത്തുന്ന ഒരു നടപടിക്രമങ്ങളാണ് ഇന്നലെ അടക്കം നമ്മൾ കണ്ടുവന്നത്. ഒരു പേരിലേക്ക് രാഹുൽ ഗാന്ധിയോ ഈ നേതാക്കളെ അറിയിച്ചിരുന്നില്ല. പക്ഷേ ഇതാണ് ഹൈക്കമാൻഡ് തീരുമാനമെങ്കിൽ ഏത് നിലയിൽ മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാകും ഇന്നലെ ചർച്ചയിൽ വന്നിട്ടുണ്ടാവുക. മാത്രമല്ല സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിഷേധ സാഹചര്യമൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഇന്നലെ നേതാക്കളിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. കടുത്ത അതൃപ്തി രാഹുൽ ഗാന്ധി ഈ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും, ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും, എന്താണ് സമവായ ഫോർമുല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നേതാക്കളിൽ നിന്ന് ചോദിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഖ്യാപനത്തിലേക്ക് പോകുമോ അതാണ് അറിയേണ്ടത്. നിതിൻ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. സലിം മാലിക്കിലേക്ക് പോകുന്നു നമ്മൾ. സലിം മാലിക്, സുപ്രഭാതം. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തലസ്ഥാനത്ത് ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, സുപ്രഭാതം. നമ്മൾ കഴിഞ്ഞ ഓരോ ദിവസവും ഈ പ്രഖ്യാപനം ഇന്ന് വരും നാളെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോഴും അതേ പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ആദ്യ 3 ദിവസം ഫലം വന്ന ആദ്യ 3 ദിവസം KPCC ആസ്ഥാനം ആളുകളെ കൊണ്ട് നിറഞ്ഞ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു. ഒരു കല്യാണ വീടിന്റെ അന്തരീക്ഷമായിരുന്നു KPCC ഓഫീസിനുള്ളതെങ്കിൽ ഇപ്പോൾ അവിടെ ആളൊഴിഞ്ഞു കിടക്കുകയാണ്. പ്രവർത്തകരാകെ നിരാശരാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണം ഈ ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. കാരണം ഈ ദിവസങ്ങൾക്ക് മുൻപ് നേതാക്കൾ തമ്മിലുള്ള ചർച്ചയുടെ ദിവസം KPCC ഓഫീസിൽ കെ.സി. വേണുഗോപാൽ അനുകൂലികൾ ഒത്തുകൂടിയിരുന്നു. എപ്പോൾ പ്രഖ്യാപനം വരുന്നു അപ്പോൾ പായസം വയ്ക്കുകയും പ്രകടനം നടത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു കെ.സി. അനുകൂലികളുടെ തീരുമാനം. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്കും കടക്കുന്നില്ല. കാരണം പ്രവർത്തകരുടെ മനോവീര്യം ഉൾപ്പെടെ ഇതിനകം തകർന്നിട്ടുണ്ട്. പലയിടങ്ങളിലും നിയുക്ത MLA-മാർക്ക് സ്വീകരണം പോലും മാറ്റിവെക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഉള്ള സ്വീകരണത്തിൽ പോലും ആളുകൾ അങ്ങനെ പങ്കെടുക്കാത്ത സാഹചര്യമുണ്ട്. ഇതൊക്കെ നിയുക്ത MLA-മാർ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെല്ലാം മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോഴും സംസ്ഥാനത്ത് നേരിടുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും തിളക്കമാർന്ന വിജയമുണ്ടായിട്ടും ആ തിളക്കം നിലനിർത്തുന്ന നിലയിൽ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. ഈ സെൻട്രൽ സ്റ്റേഡിയം ഉൾപ്പെടെ ഇപ്പോഴേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ വലിയ പ്രതിഷേധമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെയും മറ്റ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ലോക് ഭവനിൽ ഒരു ചെറിയ ചടങ്ങായി നടത്തണോ എന്ന ആലോചന പോലും KPCC ആസ്ഥാനത്ത് നിന്ന് നടക്കുന്നുണ്ട്. കാരണം ഒരു വലിയ വിജയം 102 സീറ്റിന്റെ തിളക്കമാർന്ന വിജയം കിട്ടിയിട്ടും ലോക് ഭവനിലെ ചെറിയ ചടങ്ങിലേക്ക് ചുരുക്കണോ എന്ന ആലോചനയിലേക്ക് പോകും വിധം കോൺഗ്രസിൽ കാര്യങ്ങൾ വഷളായിട്ടുണ്ട്. അതിന്റെ നീരസം എല്ലാ നേതാക്കൾക്കുമുണ്ട്. നേതാക്കൾ അത് തുറന്നു തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പോലും അക്കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ ഡൽഹിയിലേക്ക് പോയ നേതാക്കളൊക്കെ ഇന്ന് തിരികെ എത്തിയിട്ടുമുണ്ട്. 3 മണിക്കാണ് ഇന്നലെ പുലർച്ചെ 3 മണിക്കാണ് പല നേതാക്കളും തിരിച്ചെത്തിയത്. VM സുധീരനും K മുരളീധരനും ഉൾപ്പെടെയുള്ളവർ. ഈ 2 നേതാക്കളും VD സതീശൻ അനുകൂലമായ നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. മറ്റെല്ലാ നേതാക്കളും അതേസമയം കെ.സി. വേണുഗോപാലിനൊപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എല്ലാ നേതാക്കളുമായും കൂടിയാലോചിച്ച ശേഷം എടുത്ത തീരുമാനമാണിത് എന്ന ഒരു തീരുമാനം, അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ ചേർന്ന യോഗം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വാഭാവികമായും ഈ ക്ഷീണമൊക്കെ പ്രഖ്യാപനം വരുന്നതോടുകൂടി ആഘോഷത്തിലേക്ക് വഴിമാറും എന്നൊരു പ്രതീക്ഷയാണ് നിലവിലും കോൺഗ്രസ് ക്യാമ്പിനുള്ളത്.
വലിയ എതിർസ്വരങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാം പരിഹരിക്കാൻ കഴിയുമെന്നും അതിന്റെ ഭാഗമായാണ് നേതാക്കളെ എല്ലാം കണ്ടത് എന്നുള്ളൊരു വിലയിരുത്തലും കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഓക്കെ സലിം മാലിക്, അപ്പോൾ ആരായിരിക്കും ആ പേര് വന്നിട്ട് ആഘോഷത്തിലേക്ക് കടക്കാം? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് മലബാറിന്റെ ഒരു പൾസ് എന്ന് നോക്കാം. ദീപക് മലയമ്മ, സുപ്രഭാതം. മലബാറിന് എത്ര മന്ത്രിമാർ എന്നതടക്കമുള്ള പാക്കേജ് കൂടി വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്നത്. എന്താണ് ഇപ്പോൾ നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന വിവരങ്ങൾ? സുജയ പർവതി, സുപ്രഭാതം. ഈ രണ്ട് മലയാളികൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളിൽ രണ്ടുപേർ ഒന്നിച്ച് കണ്ടാൽ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതേ അവസ്ഥ തന്നെ ഇങ്ങ് മലബാറിലും ഉണ്ട് എന്നുള്ളതാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു കൂട്ടം ചേർന്നാൽ അവിടെ മുഖ്യമന്ത്രി ചർച്ചകൾ തന്നെയാണ് പ്രധാനമായും കൊഴുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്ത് പാക്കേജ് ആയിരിക്കും മലബാറിന് പ്രഖ്യാപിക്കുക എന്നുള്ള ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യവും ഒക്കെ അങ്ങനെ നിഴലിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മലബാറിൽ പ്രധാനപ്പെട്ട ഒരു നീക്കം നടക്കാനുള്ളത്. അത് പാണക്കാടാണ്. ഇന്ന് 10 മണിയോടുകൂടി അവിടെ നേതൃയോഗം ചേരുന്നുണ്ട്. ആ നേതൃയോഗത്തിൽ ലീഗ് എടുക്കുന്ന സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ മുഖ്യമന്ത്രി ചർച്ച നീളുന്നതിൽ വലിയ അതൃപ്തി അണികൾക്കിടയിലും അതുപോലെ തന്നെ നേതൃത്വത്തിനിടയിലും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ താഴെത്തട്ടിലുള്ള നേതാക്കൾ തന്നെ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് വരികയും ആ പ്രതികരണങ്ങളെ പൂർണ്ണമായും നേതൃത്വം ശരിവെക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകളൊക്കെ നിൽക്കുന്നത്. ഇന്നുകൂടി ഇല്ലെങ്കിൽ എന്നുള്ള ചോദ്യവും സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്യും. നേരത്തെ സലീം പറഞ്ഞതുപോലെ തന്നെ ഈ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഇനിയും വൈകിപ്പിക്കരുത് എന്നുള്ള ആവശ്യം അത്തരത്തിൽ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഈ അണികളെയൊക്കെ ഒന്ന് ശാന്തരാക്കാൻ ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നാൽ സാധിക്കുമോ എന്നുള്ള ആശങ്ക ലീഗിനെ സംബന്ധിച്ചുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ വി ഡി സതീശന് അനുകൂലമായ ഒരു നിലപാട് ലീഗ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വിഭിന്നമായ ഒരു നിലപാടാണ് AICCയിൽ നിന്ന് വരുന്നതെങ്കിൽ, ഹൈക്കമാൻഡിൽ നിന്ന് വരുന്നതെങ്കിൽ അതെങ്ങനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള ആലോചന. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇന്നലെ സഭയുടെ പ്രതികരണം അത് ഫാദർ ഫിലിപ്പ് കവിയിലൂടെയും പ്രഭാഷകനിലൂടെയും ഒക്കെ ഇങ്ങനെ വരികയാണ്. അവരും പറഞ്ഞു തുടങ്ങുകയാണ്. അതായത് ലീഗിന് നല്ല പ്രാധാന്യം കിട്ടട്ടെ, മികച്ച വകുപ്പുകൾ കിട്ടട്ടെ, അതിനപ്പുറം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ലീഗ് അഭിപ്രായം പറയുന്നു. അത് UDF വോട്ട് ചെയ്ത ബാക്കിയുള്ളവർക്കും അങ്ങനെയാണെങ്കിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൈക്കമാൻഡ് എന്തിനാണ് എന്നൊരു ചോദ്യം മറുഭാഗത്ത് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുക, ആ തീരുമാനം എന്താണെന്ന് ഞങ്ങളെ അറിയിക്കുക എന്ന ഒരു അഭിപ്രായം മറ്റ് സംഘടനകളിൽ നിന്നുകൂടി വരുന്ന ഒരു സാഹചര്യം, അത് ഏത് തരത്തിലാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നത്? പ്രതിഷേധ പ്രകടനങ്ങളെ അത് ജനവികാരമായി കാണേണ്ടതില്ല എന്നുള്ള അഭിപ്രായം ഒരു ഭാഗത്ത് വരുന്നു. അങ്ങനെ പലതരത്തിലാണ് ശരിക്കും കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആര് എന്നതിനപ്പുറം ആ മുഖ്യമന്ത്രിയെ നിർണ്ണയിക്കാനുള്ള ഇടപെടലുകൾ നടത്തിയത് ആരൊക്കെ എന്നതുകൂടി ചർച്ചയാവുകയല്ലേ? ഉറപ്പായിട്ടും അത്തരത്തിലുള്ള ചർച്ചകളുണ്ട്. പക്ഷേ ലീഗിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇനിയും ഒരു സമ്മർദ്ദം ചെലുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ആശങ്ക ലീഗിനെ സംബന്ധിച്ച് ഉണ്ട്. പ്രത്യേകിച്ച് സഭാ നേതൃത്വം അടക്കമുള്ള പ്രതികരണങ്ങൾ, നേരത്തെ സുജയ പാർവതി പറഞ്ഞതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഹൈക്കമാൻഡിനകത്തേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനകത്തേക്ക് ലീഗ് കൈകടത്തലുണ്ട് എന്ന അർത്ഥത്തിൽ വരുന്ന ആളുകളിൽ വരികയും അത് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ള ആശങ്ക ലീഗിനുണ്ട്. അതേസമയം തന്നെയാണ് ഈ അണികളെ തൃപ്തിപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ബോധ്യവും ലീഗിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് അവർ കൃത്യമായി ഇത്തരത്തിൽ ചില നിലപാടുകൾ ഓരോ ഘട്ടങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമായി നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ പറയുന്ന ഘട്ടത്തിലും ഒരു സമ്മർദ്ദ ശക്തിയാകാൻ കഴിയുന്ന സാഹചര്യം നിലവിലെ സാഹചര്യത്തിൽ താരതമ്യേന ലീഗിനെ സംബന്ധിച്ച് കുറവാണ്. പ്രത്യേകിച്ച് ഈ 102 സീറ്റിലേക്ക് എത്തുകയും അവിടെ ഒരു ബാർഗനിങ് കപ്പാസിറ്റി വലിയ രീതിയിൽ ഉണ്ടാകുന്ന സാഹചര്യം ലീഗിന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. കോൺഗ്രസിന് തന്നെ 63 MLA-മാരിലേക്ക് കാര്യങ്ങൾ എത്തുകയും മറ്റ് ഘടകകക്ഷികളെ ചേർത്താൽ പോലും ഒരു ഭരണം സാധ്യമാകുന്ന തരത്തിലേക്കൊക്കെ എത്തുകയും ചെയ്ത പശ്ചാത്തലം അവിടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള ചർച്ചകൾ പോലും പൊതുമധ്യത്തിൽ ഉയർന്നു വരികയും അത് ലീഗിനുണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് ഇന്ന് ചേരുന്ന യോഗത്തിൽ എടുക്കുന്ന നിലപാട് ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല എന്നതടക്കമുള്ള കടുത്ത നിലപാട് എടുക്കാൻ ലീഗിന് സാധിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണമില്ലാത്ത കക്ഷിയാണ്. എന്നാൽ അപ്പോൾ ലീഗിന് എന്താണ് പറയാനുള്ളത്? ലീഗ് ക്യാമ്പിലേക്ക് നമ്മുടെ അഷ്കർ പോയിട്ടുണ്ട്. ദീപക് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചോളൂ. മുഖ്യമന്ത്രി പ്രഖ്യാപനം എന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പായസം വയ്ക്കാനുള്ള അരിയൊക്കെ ആരെങ്കിലും എടുത്ത് അടുപ്പിലിടുന്നുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ഒരുപക്ഷെ മലബാറിൽ നിന്നായിരിക്കും വരിക. ദീപകിലേക്ക്